തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കാടിറങ്ങി. രാവിലെയാണ് ആനയെ വെറ്റിലപ്പാറ 14 സമീപം കണ്ടെത്തിയത്. ആനയെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം തുടരും. വിശദാംശങ്ങളുമായി അനീഷ ആന്റണി ചേരുന്നുണ്ട്. അനീഷ, എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ഈ ദൗത്യം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ആനയെ കണ്ടെത്താനുള്ള ശ്രമം അത് വിഫലമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആന കൺമുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കില്ലേ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഭദ്ര, കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 2 ദിവസം മുൻപായിരുന്നു ഈ ആന ഈ വനംവകുപ്പിന്റെ മുന്നിൽ നിന്നും കാട് കയറിയത്. കാട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. കാരണം ആന അന്ന് ഈ ചാലക്കുടി പുഴ കടന്ന് ഒരു തുരുത്തിൽ നിലയുറപ്പിച്ച സമയത്താണ് ഈ വനംവകുപ്പ് പടക്കം പൊട്ടിച്ച് ആനയെ തുരുത്തിൽ നിന്നും കയറ്റി സമീപത്തെ തോട്ടത്തിലേക്ക് എത്തിച്ച് മയക്കോടി വെക്കാനുള്ള ഒരു തീരുമാനമൊക്കെ വന്നു. അതിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചു. പക്ഷെ ആന ഈ പടക്കം പൊട്ടിച്ചതോടെ ഭീതിയിലായി ഈ തോട്ടത്തിലൂടെ കടന്ന് കാട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പിന്നീട് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണി 5 മണി വരെ തെരച്ചിൽ നടത്തി. ആനയെ കണ്ടെത്താനായില്ല. ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ വൈകുവോളം വനംവകുപ്പിന്റെ സംഘം 20 അംഗ സംഘമാണ് ഡോക്ടർ അരുൺ സഖ്യയുടെ നേതൃത്വത്തിൽ ആദ്യ ദിനം, അതായത് ബുധനാഴ്ച, ഈ ദൗത്യത്തിനായി ഇറങ്ങിയത്. പിന്നീട് ഇന്നലെ രാവിലെ മുതൽ 20 അംഗ സംഘത്തെ 50 അംഗ സംഘമായി വിപുലീകരിച്ചു. ഈ 50 അംഗ സംഘം 6 ടീമുകളായി തിരിഞ്ഞു. ഇന്നലെ മുഴുവൻ പരിശോധന നടത്തി. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി. അവിടെയുള്ള വനത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇന്നലെ പരിശോധന നടത്തി. ആനയെ കണ്ടെത്താൻ ആയിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെയാണ് ഈ ആന വീണ്ടും ഈ വെറ്റിലപ്പാറ 14ലേക്ക് എത്തിയത്. ആന ഇന്ന് എത്തിയത് ഒറ്റയ്ക്കല്ല, കൂടെ 2 ആനകളും ഉണ്ട്. 3 ആനകളടങ്ങിയ സംഘമായാണ് ഈ ആന എത്തിയത്. ആന എത്തിയപ്പോൾ ബുധനാഴ്ച നിന്ന അതേ തുരുത്തിൽ തന്നെയാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്നാലും ദൗത്യസംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് ഈ ബുധനാഴ്ച ആ തുരുത്തിൽ നിലയുറപ്പിച്ച സാഹചര്യത്തിൽ അന്ന് പറഞ്ഞിരുന്നത് തുരുത്തിൽ വെച്ച് ആനയെ മയക്കോടി വയ്ക്കാൻ കഴിയില്ല. കാരണം പുഴയുടെ തൊട്ടടുത്താണ് ഈ തുരുത്ത്. വെള്ളത്തിന്റെ പശ്ചാത്തലം ഉള്ളതിനാൽ ഈ സ്ഥലത്ത് വെച്ച്, ആന ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് മയക്കോടി വയ്ക്കാൻ സാധിക്കില്ല. അന്നത്തെ അതേ കാര്യം ഇന്ന് ഒരുപക്ഷെ ആവർത്തിക്കേണ്ടി വരും. അതായത് പടക്കം പൊട്ടിച്ച് ആനയെ അവിടെ നിന്ന് ആ തുരുത്തിൽ നിന്നും തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് കയറ്റണം. ഈ തോട്ടത്തിൽ വെച്ചാണ് വെടിവെക്കാനാവുക. ഈ തോട്ടത്തിൽ നിന്നും ഓടി വീണ്ടും തൊട്ട് അപ്പുറത്തുള്ള കാട്ടിലേക്ക് കയറിയാൽ വീണ്ടും ബുധനാഴ്ചയുടെ തനിയാവർത്തനം ഇന്നുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ വനംവകുപ്പ് അല്ലെങ്കിൽ ദൗത്യസംഘം പ്രത്യേകിച്ച് എടുക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ആന ഇപ്പോൾ തുരുത്തിലുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം 3 ആനകൾ ആയിട്ടാണ് ഈ പരിക്കേറ്റ ആന ഉൾപ്പെടെ 3 ആനകൾ അടങ്ങിയ സംഘം ആണ് കാടിറങ്ങിയിട്ടുള്ളത്. ഈ ആനകൾ പുഴയിലെ പാറയിലൂടെയൊക്കെ നടന്ന് പോയി ആ സമീപത്തുള്ള തുരുത്തിൽ, അന്ന് നിലനിർത്തിച്ച അതേ തുരുത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. തുരുത്തിൽ നിന്നും കര കയറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘം ഉള്ളത്. ദൗത്യസംഘം ഈ ശ്രമം വിജയിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള തോട്ടത്തിൽ വെച്ച് ആനയെ മയക്കോടി വയ്ക്കും. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. മയക്കോടി വെച്ചാൽ മാത്രമേ ഇതിന് ചികിത്സ ഉറപ്പാക്കാനാകൂ. കാരണം ഇപ്പോൾ ദിവസങ്ങളായി ഈ ആന ഈ മുറിവിൽ നിന്ന് പഴുപ്പൊലിക്കുന്ന രീതിയിലും നടക്കുന്നു. അന്ന് തന്നെ ഡോക്ടർ അരുൺ സഖ്യ ഈ ആനയുടെ മുറിവിന്റെ ഫോട്ടോഗ്രാഫ്സ് പരിശോധിച്ചു നിന്നും പറഞ്ഞിരുന്നു ആനയ്ക്ക് ചികിത്സ നൽകേണ്ടതാണ്, ആനയുടെ ആരോഗ്യസ്ഥിതി അത്ര കണ്ട് പൂർണ്ണതയിലല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആനയെ മയക്കി നിർത്താൻ പാകത്തുള്ള ഡോസ് ഉപയോഗിച്ചായിരിക്കും വെടിവെക്കുക. ആനയെ മയക്കി നിർത്തിയതിനു ശേഷം മാത്രമായിരിക്കും പരിശോധിക്കുക. ഈ മുറിവിനുള്ളിൽ ലോഹത്തിന്റെ എന്തെങ്കിലും, അതായത് വെടിയേറ്റതാണ് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ ആദ്യം പുറത്തു വന്നിരുന്നു. അങ്ങനെ തന്നെയാണോ എന്നതറിയാൻ സ്കാനർ ഉൾപ്പെടെ ഈ ദൗത്യസംഘത്തിന്റെ കയ്യിലുണ്ട്. സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച് ലോഹത്തിന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ, ലോഹഭാഗങ്ങൾ, വെടിയുണ്ടയുടെ മറ്റു ലോഹഭാഗങ്ങൾ ഈ മുറിവിനുള്ളിൽ ഉണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കും. അത്തരത്തിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായും വനംവകുപ്പ് പറയുന്നത് പോലെ ആനകൾ തമ്മിൽ കുത്തുകൂടി ഉണ്ടായ പരിക്കാകും എന്നൊരു നിഗമനത്തിലേക്ക് എത്തും. പക്ഷേ അതെല്ലാം ഈ മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമേ കണ്ടെത്താനാകൂ. എന്തായാലും നിലവിലിപ്പോൾ തുരുത്തിൽ നിൽക്കുന്ന ആനയെ തൊട്ടടുത്ത തോട്ടത്തിലേക്ക് കരകയറ്റാനുള്ള ശ്രമത്തിലാണ് ഭദ്ര. അനീഷ്, എന്തായാലും അതിരപ്പിള്ളിയിൽ മുറിവേറ്റ കാട്ടാനയെ ചികിത്സിക്കാനുള്ള ദൗത്യം ഇന്നും പുരോഗമിക്കുകയാണ്. എന്തായാലും ആന കൺവെട്ടത്തുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ ഉറപ്പാക്കട്ടെ എന്ന് തന്നെയാണ് കേരളക്കര ഒന്നാകെ പ്രത്യാശിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഇന്ന് ഒത്തുവരട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും തുരുത്തിൽ നിൽക്കുന്ന ആനയെ തോട്ടത്തിലേക്ക് ആദ്യം മാറ്റണം. അതിനുശേഷമാണ് മയക്കുവെടി നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക.